ഹായ്, വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് PCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസിൽ യൂണിറ്റ് 7 സാലറീസ് പാർട്ട് 3. ഇതിനകത്ത് നോക്കാൻ പോകുന്നത് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. എന്താണ് പ്രൊവിഡൻറ്റ് ഫണ്ട്? പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു സേവിങ് പ്ലാനാണ്. എന്താണ്? ഒരു ലോങ് ടേം സേവിങ് പ്ലാനാണ്. നമ്മുടെ എംപ്ലോയിക്ക് വേണ്ടി ഉള്ളൊരു സേവിങ് പ്ലാനാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ PF എന്ന് പറയുന്നത്. എംപ്ലോയർ റിട്ടയർമെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന പോലെ നടത്തുന്ന ഒരു സേവിങ് പ്ലാനാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അത് മന്ത്ലി അവരുടെ സാലറി, എംപ്ലോയിയുടെ സാലറിയിൽ നിന്നും അത് ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ചെയ്തിട്ട് അത് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് സേവ് ചെയ്യും. അതിനകത്ത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ മാത്രമല്ല, എംപ്ലോയറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ഫണ്ടിലേക്ക് ഉണ്ടാകും. ഇത് ഓരോ ടൈം കഴിയുമ്പോഴും അതിൻ്റെ എന്ത് ചെയ്യും, നമ്മുടെ സേവിങ്സ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ സേവിങ്സിൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റും ലഭിക്കുന്നുണ്ട്. PFൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റും ലഭിക്കുന്നുണ്ട്. അപ്പം ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് PF. എന്തൊക്കെയാണ്? സ്റ്റാറ്റ്യൂട്ടറി PF, റെക്കഗ്നൈസ്ഡ് PF, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. സ്റ്റാറ്റ്യൂട്ടറി PF എന്ന് പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിനും, റെക്കഗ്നൈസ്ഡ് PF ഫോർ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനും, അതുപോലെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് എനിവൺ ഇൻ ദ പബ്ലിക്കിൽ ഏത് വ്യക്തിക്കും വേണ്ടിയിട്ടുള്ളതാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫണ്ട് സേവ് ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് ചില ടാക്സ് ബെനിഫിറ്റ്സ് ഇതിൻ്റെ മുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്സ്. ഫസ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ SPF. ഇത് ഗവേൺഡ് ബൈ പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് ഓഫ് 1925 ആൻഡ് മെയിൻലി ഇത് ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട്? ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് എംപ്ലോയീസിനും. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഓർഗനൈസേഷൻ ലൈക്ക് RBI, SBI, റെയിൽവേ ആൻഡ് യൂണിവേഴ്സിറ്റീസും. SPF ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് എംപ്ലോയീസിനാണ്. അതിലാർക്ക് ഇൻക്ലൂഡഡ് ആണ്? RBI, SBI, റെയിൽവേ ആൻഡ് യൂണിവേഴ്സിറ്റീസ്. അവരുടെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ എന്താണ്? SPFിലേക്കുള്ള എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ടാക്സ് എക്സംപ്റ്റഡ് കിട്ടുന്നുണ്ട്, ടാക്സ് ഡിഡക്ഷൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ അണ്ടർ സെക്ഷൻ 80C പ്രകാരം എംപ്ലോയി നൽകുന്ന കോൺട്രിബ്യൂഷൻ്റെ മുകളിൽ ടാക്സ് ഡിഡക്ഷൻ ലഭിക്കുന്നുണ്ട്. പെർ ഇയറിൽ 1.5 ലാക്ക് വരെ എന്ത് കിട്ടുന്നുണ്ട്? ഡിഡക്ഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, ടാക്സ് ഫ്രീ ആണ്. അതുപോലെ ബോത്ത് ഇൻട്രസ്റ്റ് ഏൺഡ് നമ്മൾ ഈ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സേവിങ്സിൻ്റെ മുകളിലെ ഇൻട്രസ്റ്റിനും അതുപോലെ സേവിങ്സിൻ്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റിനും അതുപോലെ എമൗണ്ടും ടാക്സ് ഫ്രീ ആണ്. അടുത്ത റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ RPF റെഗുലേറ്റഡ് അണ്ടർ ദ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1952 പ്രകാരമാണ്. ഇത്തരത്തിലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നത് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനാണ്. ഇൻ കമ്പനീസ് വിത്ത് 20 ഓർ മോർ എംപ്ലോയീസ്. ഒരു കമ്പനിയിൽ 20 കൂടുതലോ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനാണ് RPF കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനകത്ത് എംപ്ലോയി കോൺട്രിബ്യൂഷന് ടാക്സ് ഡിഡക്റ്റബിൾ ആണ് അണ്ടർ സെക്ഷൻ 80C. എംപ്ലോയി കോൺട്രിബ്യൂഷൻ എക്സെപ്റ്റ് അപ് ടു 12% ഓഫ് ദ സാലറിയുടെ 12% വരെ ഡിഡക്ഷൻ ലഭിക്കും, എക്സെപ്റ്റ് കിട്ടും. അതിൽ കൂടുതൽ വരുന്ന എക്സസ് എമൗണ്ട് ടാക്സഡ് ആണ്. അതുപോലെ ഇൻട്രസ്റ്റ് ഏൺ ഈസ് ടാക്സ് എക്സെപ്റ്റ് ആസ് ലോങ് ആസ് ദ റേറ്റ് ലെസ് ദാൻ 9.5% പെർ ഇയർ. അതുപോലെ നമ്മൾ ഇൻട്രസ്റ്റ് നമ്മുടെ സേവിങ്സിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ടാക്സ് എക്സെപ്റ്റ് ആണ്. എത്രത്തോളം? 9.5% പെർ ഇയറിൽ കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ടാക്സ് എക്സെപ്റ്റ് ലഭിക്കും ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ. അതുപോലെ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് അടക്കണം. വിഡ്രോവൽ സമയത്ത് എംപ്ലോയീസിൻ്റെ withdrawal are taxed if the employees has completed at least 5 years of services. വിഡ്രോവൽ സമയത്ത് നമ്മുടെ ഫുള്ളി ടാക്സ് ഫ്രീ ആയിരിക്കും. എംപ്ലോയി അയാളുടെ സർവീസ് അറ്റ്ലീസ്റ്റ് 5 years എങ്കിലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ടാക്സ് ഫ്രീ ലഭിക്കും. എന്നാൽ 5 വർഷം തികയ്ക്കുന്നതിന് മുമ്പാണ് അയാൾ വിഡ്രോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ടാക്സബിൾ ആയിരിക്കും. എക്സംഷൻസ് ഉണ്ട്. ഡെത്ത് ഓർ ഡിസേബിലിറ്റി. ഡെത്ത് കാരണമോ ഡിസേബിലിറ്റി കാരണമാണോ അത് പിൻവലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ
ടാക്സബിൾ അല്ല. പക്ഷേ അതിന് മുമ്പേ 5 വർഷം തികയുന്നതിന് മുമ്പ് നമ്മളത് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അടുത്ത അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ UPF. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, പ്രൈവറ്റ് എംപ്ലോയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നാണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അത് ഇൻകം ടാക്സ് കമ്മീഷണർ അത് അപ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല. ദാറ്റ് ആർ നോട്ട് അപ്രൂവ്ഡ് ബൈ ദി ഇൻകം ടാക്സ് കമ്മീഷണർ. ഇൻ കേസ് ദ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഈസ് ട്രീറ്റഡ് ആസ് ടാക്സബിൾ സാലറി ഇൻകം. ഇൻ ദിസ് കേസ് ഈ കാര്യത്തിൽ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ടാക്സബിൾ സാലറി ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദ ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ദ ഫണ്ട് ഈസ് ഓൾസോ ടാക്സ്ഡ് ആനുവലി. നമ്മൾ ഈ സേവിങ്സിൻ്റെ മുകളിൽ ലഭിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റും ടാക്സബിൾ ആണ്. എങ്ങനെ? ഇൻകം ഫ്രം അതർ സോഴ്സസിൻ്റെ അണ്ടറിൽ അത് ആനുവലി ടാക്സബിൾ ആണ്. വൈൽ ദ എംപ്ലോയേഴ്സ് ഓൺ കോൺട്രിബ്യൂഷൻ ഈസ് ടാക്സ്ഡ്, നോട്ട് ടാക്സ്ഡ്. എന്നാൽ എംപ്ലോയിയുടെ സ്വന്തം കോൺട്രിബ്യൂഷൻ എന്തല്ല? ടാക്സ്ഡ് അല്ല. ആസ് ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ ടാക്സ്ഡ്. അത് ഓൾറെഡി നമ്മൾ ടാക്സ് കൊടുത്തതുകൊണ്ട് തന്നെ അത് വീണ്ടും ടാക്സ് ചെയ്യപ്പെടുന്നില്ല. ദ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ആർ ടാക്സ്ഡ് ആസ് സാലറി ഇൻകം വെൻ വിഡ്രോ. നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും അതുപോലെ ഇൻട്രസ്റ്റും ടാക്സബിൾ ആണ്. എങ്ങനെ? സാലറി ഇൻ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അത് ടാക്സബിൾ ആണ്. അടുത്ത പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ PPF. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഗവേൺ ചെയ്തിരിക്കുന്ന പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1960 പ്രകാരമാണ്. ഇതൊരു ലോങ് ടേം സേവിങ് സ്കീമാണ്. പബ്ലിക്കിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ലോങ് ടേം സേവിങ് സ്കീമാണ്. വിത്ത് ഡെപ്പോസിറ്റ് റേഞ്ച്, ഇതിൻ്റെ ഡെപ്പോസിറ്റ് റേഞ്ച് എന്ന് പറയുന്നത് പെർ ഇയർ 5,000 തൊട്ടിട്ട് 1.5 ലാക്ക് വരെയാണ്. 500 ആണ്. 500 തൊട്ടിട്ട് 1.5 ലാക്ക് വരെയാണ് ഇതിൻ്റെ ഡെപ്പോസിറ്റ് റേഞ്ച്. 500 കുറയാനും പാടില്ല, 1.5 ലാക്കിൽ കൂടാനും പാടില്ല. അതുപോലെ അതിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത് 15 years ആണ്. വിച്ച് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഇൻ 5 years ബ്ലോക്ക്. ദ ഗവൺമെൻറ് ഡിറ്റർമൈൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് വരുന്നത്? 7.1% ആണ് ഫോർ 2023 to 2024 അണ്ടർ ദ EE അഥവാ എക്സംപ്റ്റ് സ്കീമിൽ. കോൺട്രിബ്യൂഷൻ ടു PPF ആർ ടാക്സ് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 80C. നമ്മുടെ PPFൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ്റെ മുകളിൽ നമുക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടും സെക്ഷൻ 80C പ്രകാരം. ബോത്ത് ദ ഇൻട്രസ്റ്റ് ഏൺഡ് ആൻഡ് മെച്യൂരിറ്റി എമൗണ്ട് ആർ കംപ്ലീറ്റ്ലി ടാക്സ് എക്സംപ്റ്റ്. നമ്മൾ ഇൻട്രസ്റ്റ് PFൻ്റെ മുകളിൽ കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റും അതുപോലെ മെച്യൂരിറ്റി എമൗണ്ടും കംപ്ലീറ്റ്ലി ടാക്സ് എക്സംപ്റ്റ് ആണ്. അടുത്തത് അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട്. അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സേവിങ് പ്ലാൻ ആണ്. ആനുറ്റി പോലെ പ്രൊവൈഡ്സ് ആനുറ്റീസ് അഥവാ റെഗുലർ പേയ്മെൻ്റ് ആയിട്ട് എംപ്ലോയീസിന് അവരെ റിട്ടയറിന് ശേഷമോ അല്ലെങ്കിൽ അയാൾ ഇൻകപ്പാസിറ്റേറ്റഡ്, അയാൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ ഡെത്ത് സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു സേവിങ് പ്ലാനാണ് അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് റെഗുലർ പേയ്മെൻ്റ് ആയിട്ടാണ് നൽകുക. ദ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ദിസ് ഫണ്ട്, എംപ്ലോയറിൻ്റെ ഈ ഫണ്ടിലേക്കുള്ള എംപ്ലോയറിൻ്റെ ഫണ്ട് എക്സംപ്റ്റ് ഫ്രം ടാക്സ് അപ് ടു 1.5 ലാക്ക്. 1.5 ലാക്ക് വരെ ടാക്സ് എക്സംപ്റ്റ് ലഭിക്കും പെർ ഇയർ അണ്ടർ സെക്ഷൻ 80C. ഹവർ ദ വിഡ്രോവൽ ഫ്രം ദ ഫണ്ട് ഈസ് ടാക്സബിൾ അൺലെസ് ദ എമൗണ്ട് ഈസ് കൺവേർട്ട് ഇൻ ടു ആനുറ്റി. നമ്മൾ എമൗണ്ട് ആനുറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഈ വിഡ്രോളിൻ്റെ സമയത്ത് അത് ടാക്സബിൾ ആകും. ഇൻ വിച്ച് കേസ് പേ ഔട്ട് ഫ്രം ദ ആനുറ്റി വുഡ് ബി ടാക്സ്ഡ് ആസ് പെർ ഇൻഡിവിജ്വൽസ് ഇൻകം ടാക്സ് സ്ലാബ്. നമ്മൾ പേ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, തിരിച്ച് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദ ആനുറ്റി വുഡ് ബി ടാക്സ്ഡ് ആസ്, എങ്ങനെയാണ് അതിനെ ടാക്സ് ചെയ്യുക? ആസ് പെർ ഇൻഡിവിജ്വൽ ഇൻകം ടാക്സ് സ്ലാബ് പ്രകാരമാണ് അതിനെ ടാക്സ് ചെയ്യുക.
അടുത്തത് ടാക്സ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് നമ്മൾ മുകളിൽ പറഞ്ഞ തന്നെയാണ്. എംപ്ലോയി കോൺട്രിബ്യൂഷൻ SPF എക്സംപ്റ്റ് ആണ്, RPF ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 80C പ്രകാരം, UPF ടാക്സബിൾ ആണ്, എന്നാൽ PPF ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 80C. ഇനി എംപ്ലോയർ കോൺട്രിബ്യൂഷൻ SPF എക്സംപ്റ്റ് ആണ്, RPF എക്സംപ്റ്റ് അപ് ടു 12% ഓഫ് സാലറി, UPF ടാക്സബിൾ ആണ്, PPF നോട്ട് ടാക്സബിൾ. ഇൻട്രസ്റ്റ് SPF എക്സംപ്റ്റ് ആണ്, RPF എക്സംപ്റ്റ് ഇഫ് ലെസ് ദാൻ 99.5 പെർ ആനം. അതുപോലെ UPF ടാക്സബിൾ ആനുവലി, PPF എക്സംപ്റ്റ് ആണ്. വിഡ്രോവൽ SPF എക്സംപ്റ്റ് ആണ്, എന്നാൽ RPF എക്സംപ്റ്റ് ഇഫ് സർവീസ് 5 ഇയേഴ്സിൽ കൂടുതൽ സർവീസസ് 5 ഇയേഴ്സ് വരെ സർവീസസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സംപ്ഷൻ ലഭിക്കും. ഇനി UPF പാർഷ്യലി ടാക്സബിൾ ആണ്, PPF എക്സംപ്റ്റ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് നോക്കി പോയാൽ മതി. അടുത്ത ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. ഡിഡക്ഷൻ അണ്ടർ 80C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ provide tax reduction on specific investment expenditure to encourage savings. The deduction is available only individual taxpayers or Hindu undivided family. നമ്മൾ സ്പെസിഫിക് ഇൻവെസ്റ്റ്മെൻറ്റിനും എക്സ്പെൻഡിച്ചേഴ്സിനും സേവിങ്സ് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടി ചില ഡിഡക്ഷൻസ് ടാക്സ് ഡിഡക്ഷൻസ് സെക്ഷൻ 80C പ്രകാരം നൽകുന്നുണ്ട്. ആർക്കൊക്കെയാണ് അവൈലബിൾ? ഇൻഡിവിജ്വൽ ടാക്സ് പേയേഴ്സിനും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അഥവാ HUF മാത്രമാണ് ഇത്തരത്തിലുള്ള ഡിഡക്ഷൻസ് ലഭിക്കുന്നുള്ളൂ. For amount paid or deposit during the previous year അവർ ഡെപ്പോസിറ്റ് ചെയ്യുകയോ പേ ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ മുകളിലാണ് ഇത്തരത്തിലുള്ള ഡിഡക്ഷൻസ് ലഭിക്കുക. ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻസ് ക്ലെയിംഡ് അണ്ടർ സെക്ഷൻ 80C cannot exceed 1.5 lakh in a given year. നമ്മുടെ ഈ ഡിഡക്ഷന് 80C പ്രകാരമാണ് കിട്ടുക. അത് പെർ ഇയറിൽ ഗിവൺ ഇയറിൽ 1.5 ലാക്കിൻ്റെ മുകളിൽ എക്സീഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഇത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ ഈ ഡിഡക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടി എലിജിബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ടാക്സ് പേയറോ അല്ലെങ്കിൽ അയാളുടെ സ്പോസിനോ ചിൽഡ്രൻസിൻ്റെ മുകളിൽ അയാൾ ഇൻഷുറൻസ് പ്രീമിയം എടുക്കുന്നതാണ്. അത് പേയ്മെൻറ്റ് ചെയ്യുന്നത്, അതിന് എടുക്കുന്നത് കിട്ടും ഡിഡക്ഷൻ ലഭിക്കും. എത്രമാത്രമാണ്? 20% ഓഫ് ദ സം അഷ്യൂർഡ് ഫോർ ദ പോളിസി ഇഷ്യൂഡ് ബിഫോർ April 1, 2012 ആൻഡ് 10% ഫോർ ദ പോളിസി ഇഷ്യൂഡ് ആഫ്റ്റർ ദ ഡേറ്റ്. ഇനി ഈ പ്രീമിയം അയാളുടെ പാരൻസിൻ്റെ മുകളിലാണ് ഈ പ്രീമിയം എടുത്തിരിക്കുന്നതെങ്കിൽ അത് ഡിഡക്റ്റബിൾ അല്ല. എലിജിബിൾ ആകണമെന്നുണ്ടെങ്കിൽ അയാളുടെ ടാക്സ് പെയറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സ്പോസ് എന്ന് പറയുന്നതിൽ ഭാര്യയോ ഭർത്താവോ അവരുടെ മുകളിലോ അല്ലെങ്കിൽ ചിൽഡ്രൻ്റെ മുകളിലോ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പ്രീമിയത്തിന് മാത്രമേ ഡിഡക്ഷൻ ലഭിക്കുന്നുള്ളൂ. അതുപോലെ ഡിഫേർഡ് ആനുറ്റി കോൺട്രിബ്യൂഷൻ ടു ഡിഫേർഡ് ആനുറ്റി പ്ലാൻ ഓൺ ദ ലൈവ്സ് ഓഫ് ടാക്സ് പെയർ സ്പോസ് ഓൺ ചിൽഡ്രൻ എലിജിബിൾ. അതുപോലെ പ്രൊവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, ക്വാളിറ്റി ഫോർ ഡിഡക്ഷൻ. അതുപോലെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ULIP, കോൺട്രിബ്യൂഷൻ ടു ULIPs ആർ എലിജിബിൾ ഫോർ ടാക്സ് ഡിഡക്ഷൻ. ULIPസിലുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്? ടാക്സ് ഡിഡക്ഷൻ ലഭിക്കുന്നുണ്ട് സെക്ഷൻ 80C പ്രകാരം. അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ്റെ മുകളിൽ നമ്മൾക്ക് കിട്ടുന്നുണ്ട്, ഡിഡക്ഷൻ ലഭിക്കുന്നുണ്ട്. നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്സ്, NSC, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ NSC ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ റീഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനും അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റിനും ഡിഡക്ഷൻ ലഭിക്കുന്നുണ്ട്. ട്യൂഷൻ ഫീസ്, കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് പെയ്ഡ് ഫോർ ദ ഫുൾ ടൈം എഡ്യൂക്കേഷൻ ഫോർ അപ് ടു 2 children ഇൻ ഇന്ത്യ ആർ ഡിഡക്റ്റബിൾ. 2 കുട്ടിയുടെ മുകളിൽ നൽകിയിരിക്കുന്ന ഫുൾ ടൈം എഡ്യൂക്കേഷൻ ട്യൂഷൻ ഫീ എന്താണ്? ഡിഡക്റ്റബിൾ ആണ്. ദിസ് എക്സ്ക്ലൂഡ്സ് ഡൊണേഷൻ ആൻഡ് അതർ നോൺ ട്യൂഷൻ ഫീസ് ലൈക്ക് സ്പോർട്സ് ആൻഡ് ലൈബ്രറി ഫീസ്. ഇതിൽ ഉൾപ്പെടാത്ത എന്തൊക്കെയാണ്? ഡൊണേഷൻ, അതുപോലെ മറ്റ് സ്പോർട്സ്, ലൈബ്രറി പോലത്തുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിരിക്കുന്ന ഫീസും എക്സ്ക്ലൂഡ് ആണ്. ബാക്കിയല്ല ഫുൾ ടൈം എഡ്യൂക്കേഷൻ ഫീയും പേ ചെയ്തിരിക്കുന്ന എഡ്യൂക്കേഷൻ ഫീൻ്റെ മുകളിൽ നമ്മൾക്ക് എന്ത് ലഭിക്കും? ടാക്സ് ഡിഡക്ഷൻ ലഭിക്കും. സുകന്യ സ്മൃതി അക്കൗണ്ട്, കോൺട്രിബ്യൂഷൻ മെയ്ഡ് ടു സുകന്യ സ്മൃതി അക്കൗണ്ടിലും ഫോർ എ ഗേൾ ചൈൽഡ് ഡിഡക്ഷൻ ലഭിക്കും. ഹൗസിംഗ് ലോൺ റീപേയ്മെൻറ്റ്, പേയ്മെൻറ്റ്സ് മെയ്ഡ് ടുവേർഡ്സ് പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് ഫോർ ഹൗസിംഗ് ലോൺ ഫോർ പർച്ചേസിംഗ് ഓർ കൺസ്ട്രക്ടിങ് ഹൗസ് ആർ എലിജിബിൾ ഡിഡക്ഷൻ. നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്തിരിക്കുന്നത് ഒന്നുകിൽ
പർച്ചേസ് ചെയ്യാനോ കൺസ്ട്രക്ഷനോ വേണ്ടിയോ ഒരു വീട് വെക്കുന്നതിനോ അല്ലെങ്കിൽ അത് വെക്കുന്നതിനോ വേണ്ടി വാങ്ങുന്നതിനോ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഹൗസിംഗ് ലോണിൻ്റെ മുകളിലും നമ്മൾക്ക് എന്ത് ലഭിക്കും, ടാക്സ് റിഡക്ഷൻ ലഭിക്കാൻ എലിജിബിൾ ആണ്. അതുപോലെ മ്യൂച്വൽ ഫണ്ട് ELSS ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീമിലും എന്താണ്, ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. പെൻഷൻ ഫണ്ട് കോൺട്രിബ്യൂഷനിലും കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീമിലും നമ്മൾക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ ലഭിക്കാൻ എലിജിബിൾ ആണ്. അപ്പം ഇത്രയും ആണ് നമ്മൾക്ക് സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ ലഭിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, കോൺട്രിബ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇത്രയൊക്കെയാണ്. ഇനി അടുത്തത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അഥവാ HUF ഡിഡക്ഷൻസ്. HUFന് കിട്ടുന്ന ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്? HUF ക്യാൻ ക്ലെയിം ഡിഡക്ഷൻ ഫോർ ദ പ്രീമിയം ഓൺ ലൈഫ് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിനും അതുപോലെ ഫോർ എനി ഫാമിലി മെമ്പർ, ഏത് ഫാമിലി മെമ്പറിനും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ എല്ലാ ഫാമിലി മെമ്പറിനും പ്രീമിയം പേ ചെയ്തതിനാൽ കിട്ടില്ല. അവിടെ ഒന്നെങ്കിൽ സ്പോസ് ആയിരിക്കണം, ടാക്സ് പെയർ ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ചിൽഡ്രന് മുകളിലെടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പ്രീമിയത്തിന് മാത്രമേ ഡിഡക്ഷൻ ലഭിക്കുന്നുള്ളൂ. പാരൻസിന് എടുത്തിരിക്കുന്ന പ്രീമിയത്തിൻ്റെ മുകളിൽ ഡിഡക്ഷൻ ലഭിക്കില്ല. എന്നാൽ HUFൽ എനി ഫാമിലി മെമ്പറിൻ്റെ മുകളിൽ എടുത്തിരിക്കുന്ന ലൈഫ് ഇൻഷുറൻസിൻ്റെ മുകളിൽ പ്രീമിയം ഓൺ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഡിഡക്ഷൻ ലഭിക്കും. അതുപോലെ കോൺട്രിബ്യൂഷൻ ടു PPF, NSC ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് ഇതിനൊക്കെ ഡിഡക്ഷൻ ലഭിക്കും. അതുപോലെ പേയ്മെൻറ്റ്സ് റിലേറ്റഡ് ഹൗസിംഗ് ലോൺ ഓർ കൺസ്ട്രക്ഷൻ, ഹൗസിംഗ് ലോണിനോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനോ എടുത്തിരിക്കുന്ന പേയ്മെൻറ്റ്സ്, അതിന് നടത്തിയിരിക്കുന്ന പേയ്മെൻറ്റ്സിൻ്റെ മുകളിൽ ഡിഡക്ഷൻ ലഭിക്കും. HUFs ആർ ഓൾസോ എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സ്കീം ലൈക്ക് സുകന്യ സ്മൃതി എന്നിവയിലുള്ള കോൺട്രിബ്യൂഷനും എന്ത് ലഭിക്കും, ഡിഡക്ഷൻ ലഭിക്കും. അതുപോലെ ആൻഡ് പെൻഷൻ ഫണ്ടിലും എന്ത് ലഭിക്കും, ഡിഡക്ഷൻസ് ലഭിക്കും. അടുത്ത കണ്ടീഷൻ ഫോർ ഡിഡക്ഷൻ നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ദ ഡിഡക്ഷൻ ബേസ്ഡ് ഓൺ പേയ്മെൻറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. നമ്മൾക്ക് ഡിഡക്ഷൻ ലഭിക്കാൻ നമ്മൾ പ്രീവിയസ് ഇയറിൽ നടത്തിയിരിക്കുന്ന പേയ്മെൻറ്റിൻ്റെ മുകളിലാണ് എന്താണ് ഡിഡക്ഷൻ ലഭിക്കുക. അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ കറണ്ട് ഇയറിലോ നമ്മൾ നടത്തിയിരിക്കുന്ന പേയ്മെൻറ്റിൻ്റെ മുകളിൽ നമുക്ക് ഡിഡക്ഷൻ ലഭിക്കില്ല. അത് പ്രീവിയസ് ഇയറിൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ലഭിക്കൂ. പ്രീവിയസ് ഇയറിൽ നമ്മൾ നടത്തിയിരിക്കുന്ന പേയ്മെൻറ്റിൻ്റെ മുകളിൽ മാത്രമേ ഡിഡക്ഷൻ ലഭിക്കുകയുള്ളൂ. ജോയിൻറ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ആർ എലിജിബിൾ ഫോർ ഡിഡക്ഷൻ. ജോയിൻറ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസിയും ഡിഡക്ഷന് എലിജിബിൾ ആണ്. ബട്ട് ഓൺലി ഇഫ് ദ പോളിസി ഈസ് ടേക്കൺ ഫോർ ദ ടാക്സ് പേയർ, സ്പോസ് ഓർ ചിൽഡ്രൻ. പക്ഷേ അത് ടാക്സ് പെയറിനോ അല്ലെങ്കിൽ സ്പോസിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ മുകളിൽ മാത്രമേ ഡിഡക്ഷൻ ലഭിക്കുകയുള്ളൂ. പോളിസീസ് കവറിങ് ഔട്ട്സൈഡേഴ്സ് ഡു നോട്ട് ക്വാളിഫൈ. പുറത്തുള്ളവരെ മറ്റുള്ളവരെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇൻഷുറൻസ് പ്രീമിയത്തിനൊന്നും ഡിഡക്ഷൻ ലഭിക്കില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ലൈക്ക് എ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഹൗസിംഗ് സ്കീംസ് മസ്റ്റ് മീറ്റ് സ്പെസിഫിക് ക്രൈറ്റീരിയ ടു ക്വാളിഫൈ ഫോർ ഡിഡക്ഷൻ. നമുക്ക് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് അതുപോലെ ഹൗസിംഗ് സ്കീമിലും ഡിഡക്ഷൻ ലഭിക്കണമെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയയിൽ നമ്മൾ ക്വാളിഫൈഡ് ആവണം. അതൊക്കെയാണ് കണ്ടീഷൻസ്. ഇനി ക്യാൻസലേഷൻ ഓഫ് ഡിഡക്ഷൻസ് ക്യാൻസൽ ചെയ്ത് പോകുന്നത് എപ്പോഴൊക്കെയാണ്? ഇഫ് എ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഈസ് ടെർമിനേറ്റ് ആഫ്റ്റർ 2 years ഓർ ഇഫ് പ്രീമിയം ആർ നോട്ട് പെയ്ഡ്. ഒന്നെങ്കിൽ നമ്മളുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി 2 വർഷത്തിന് ശേഷം ടെർമിനേറ്റ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ നമ്മൾ പ്രീമിയം ഫണ്ട് പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സബിൾ ഇൻകത്തിലേക്ക് അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഇഫ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ ഇൻഷുറൻസ് സ്കീം ആർ സ്റ്റോപ്ഡ് ബിഫോർ 5 years, 5 yearsന് മുമ്പ് തന്നെ നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് സ്കീമോ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ ഡിഡക്ഷൻ ക്ലെയിംഡ് ഇൻ ഏർലി ഇയേഴ്സ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് ദ ഇയർ കോൺട്രിബ്യൂഷൻ സ്റ്റോപ്സ്. എന്ത് ചെയ്യണം, നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏർലി ഇയറിൽ നമ്മൾ കിട്ടിയിട്ടുള്ള എന്താണ് ഡിഡക്ഷൻസ് നമ്മളെപ്പോഴാണോ അത് നിന്നുപോയത്, നമ്മളെ കോൺട്രിബ്യൂഷൻ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കും അതുപോലെ ഇൻഷുറൻസ് സ്കീമിൽ എപ്പോഴാണ് നമ്മൾ നിർത്തിയത് അതുവരെയുള്ള കോൺട്രിബ്യൂഷൻസിന് മുകളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിഡക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു നൽകേണ്ടതായിട്ട് വരും. അത് എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ഇൻ ദ ഇൻകം ഓഫ് ദ ഇയർ കോൺട്രിബ്യൂഷൻ സ്റ്റോപ്സ്. അത് കോൺട്രിബ്യൂഷൻ എന്ന സമയത്തുള്ള ഇൻകത്തിലേക്ക് അത് ആഡ് ചെയ്യും.
If taxpayer sell house within 5 years or taking deduction of its construction or purchase, the deduction claim for the housing loan repayment will be reserved and added to the taxable income. ഇനി അയാൾ ഹൗസിംഗ് ലോൺ എടുത്തിരിക്കുകയാണ്, അയാൾ ഒന്നെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിനോ വേണ്ടി എടുത്തിരിക്കുന്ന ഹൗസിംഗ് ലോൺ എടുക്കുകയും എന്നാൽ 5 വർഷത്തിന് വിത്തിൻ 5 ഇയേഴ്സിനുള്ളിൽ തന്നെ അയാൾ എന്ത് ചെയ്തു, ഡിഡക്ഷൻ ലഭിച്ചതിന് ശേഷം വിത്തിൻ 5 ഇയേഴ്സിനകത്ത് തന്നെ അയാൾ എന്ത് ചെയ്തു, അത് വിൽക്കുകയും ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലഭിച്ചിരിക്കുന്ന അയാൾ ക്ലെയിം ചെയ്തിരിക്കുന്ന ഡിഡക്ഷൻസൊക്കെ എന്ത് ചെയ്യണം, അത് ടാക്സബിൾ ഇൻകത്തിലേക്ക് ആഡ് ചെയ്ത് റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. വിൽ ബി റിവേഴ്സ്ഡ് ആൻഡ് ആഡഡ് ടു ദ ടാക്സബിൾ ഇൻകം. അടുത്തത്, if share or debentures of infrastructure company for which deduction were claimed are sold within 3 years, the deduction will be cancelled and the amount will be added to the taxpayer income in the year of sale. ഇനി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് ഷെയർസും ഡിബഞ്ചേഴ്സും if share or debentures of infrastructure company if shares or debentures of infrastructure company for which deduction were claimed, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ ഡിബഞ്ചറിൻ്റെയും ഷെയറിൻ്റെ മുകളിൽ ലഭിച്ചിരിക്കുന്ന ഡിഡക്ഷൻ അവർ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുകയും വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ അവരെന്ത് ചെയ്തു, അത് വിൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളമാണോ അവർക്ക് ഡിഡക്ഷൻ ലഭിച്ചിരിക്കുന്നത് ക്യാൻസൽ ചെയ്യുകയും ആ എമൗണ്ട് എന്ത് ചെയ്യണം, ടാക്സ് പേയേഴ്സ് ഇൻകത്തിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യും. ഇൻ ദ ഇയർ ഓഫ് സെയിൽ, എപ്പോഴാണോ അത് വിറ്റത് ആ ഇയറിലുള്ള ടാക്സബിൾ ഇൻകത്തിലേക്ക് ടാക്സ് പേയറിൻ്റെ ഇൻകത്തിലേക്ക് എന്ത് ചെയ്യും, ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. വളരെ ചെറിയൊരു പാഠമാണ്, ഇതിനകത്തധികം പ്രോബ്ലം ഇല്ല, തിയറിയാണ് അധികം പഠിക്കാനുള്ളത്.